ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റിനുള്ള നടപടിക്രമങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം ആരംഭിച്ചു. പ്രശാന്ത് അടക്കം 3 പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് സൂചന. അന്വേഷണ സംഘം തിങ്കളാഴ്ച കോടതിയിൽ വിശദമായ റിപ്പോർട്ടും സമർപ്പിക്കും. ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തുമാണ് ചേരുന്നത്. ആദ്യം ശാലിനിയിലേക്ക് പോവുകയാണ്. ശാലിനി, ഇന്ന് തന്നെ പ്രശാന്തിന്റെയും മറ്റ് 3 പേരുടെയും അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണോ നമുക്ക് ലഭ്യമാകുന്ന വിവരം? ഗൗതം, അങ്ങനെ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വിവരം. ശബരിമല സ്വർണ്ണക്കവർച്ച, കട്ടിളപ്പാളി അടക്കം ശബരിമലയിൽ നിന്നും കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ 3 പേരുടെ അറസ്റ്റ് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ഘട്ടത്തിൽ വരികയും ചെയ്യുകയാണ്. കഴിഞ്ഞ ജൂൺ 29-ാം തീയതിയാണ് ഹൈക്കോടതിയിൽ നിർണായകമായിട്ടുള്ള റിപ്പോർട്ട് കേസുമായി ബന്ധപ്പെട്ട് SIT നൽകിയത്. ഈ SIT നൽകിയ റിപ്പോർട്ടിൽ PS പ്രശാന്ത് ഉൾപ്പെടെ നിരവധി പേരാണ് പ്രതികളായി പട്ടികയിലേക്ക് വരികയും ചെയ്തത്. ഇതിന് പിന്നാലെ പലതവണ PS പ്രശാന്തിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലുകൾ നടത്തിയിരുന്നു. നൽകിയ വിവരങ്ങളിലടക്കം വ്യക്തതയില്ലാത്തതും ഒപ്പം തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച 2 തവണ നടക്കുമ്പോഴും 2019-ലെ സ്വർണ്ണക്കവർച്ചയും 2025-ലെ സ്വർണ്ണക്കവർച്ചയും നടക്കുന്ന സമയത്ത് അന്ന് ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന PS പ്രശാന്തിന് കൃത്യമായ പങ്കുണ്ടെന്നും അതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും SIT സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാൻ SIT സംഘം ഒരുങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ഉണ്ടായി നിൽക്കുന്ന സാഹചര്യം. ബോർഡിലെ മുൻ രാഷ്ട്രീയ നിയമനങ്ങളടക്കം നടത്തിയിട്ടുള്ള മുൻ അംഗങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിലേക്ക് വരുന്നു. അത് വാസു ആയിക്കോട്ടെ, അതിനുശേഷം മുൻ ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിക്കോട്ടെ, അതിന് പിന്നാലെ ഇപ്പോൾ രണ്ടാമത് ഒരു ബോർഡ് പ്രസിഡന്റ് കൂടി അല്ലെങ്കിൽ മുൻ പ്രസിഡന്റ് കൂടി ആ പ്രതിപട്ടികയിലേക്ക് വരുന്നു, അറസ്റ്റിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താനാവുക. എന്തായാലും പ്രതിരോധങ്ങൾ തകർന്ന ഒരു കാഴ്ചയാണ് CPM-ന് മുൻപിലുള്ളത്. എന്തായാലും SIT സംഘം അറസ്റ്റുമായി നീങ്ങാനുള്ള സാധ്യതകൾക്കാണ് ഈ ഘട്ടത്തിൽ കടക്കുന്നത്. ശാലിനി, പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വളരെ നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടക്കുകയാണ്. ഇന്ന് തന്നെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പ്രശാന്തിനെയും മറ്റു 3 പേരെയും അറസ്റ്റ് ചെയ്യും എന്നാണല്ലോ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം വലിയൊരു വഴിത്തിരിവ് ഈ പ്രധാനപ്പെട്ട കേസിൽ രൂപപ്പെടുത്തുന്നതാകും? ഗൗതം, തീർച്ചയായും ശബരിമല സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വഴിത്തിരിവിലേക്ക് തന്നെയാണ് കടക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിൻ്റെ അറസ്റ്റ്, അതിനുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതോടുകൂടി തന്നെ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള PS പ്രശാന്തും അതോടൊപ്പം തന്നെ ഭരണസമിതിയിലുള്ള മറ്റ് 3 അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇതോടുകൂടി തന്നെ സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ വഴിത്തിരിവിലേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതിരിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വർണ്ണക്കവർച്ച ഉണ്ടാകുന്നത് തന്നെ PS പ്രശാന്തിൻ്റെ കാലത്താണ്. PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റായിരിക്കുന്ന കാലത്താണ് അവർ ഈ സ്വർണ്ണ കവർച്ചയുടെ ഇത്രയും പ്രമാദമായ കേസ് അത് ജനശ്രദ്ധയിലേക്ക് വരുന്നതെല്ലാം പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അവിടെ നിന്നും സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ്. അതായത് സ്വർണ്ണപ്പാളികൾ അത് ലോഹം അത് പൂച്ചുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ഈ കേസ് അതിൻ്റെ തുടക്കം വരുന്നത്. പിന്നീട് അവിടെ നിന്നാണ് പുറകോട്ട് പോവുകയും മുൻകാലങ്ങളിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ അടക്കം പുറത്തേക്ക് വരികയും ചെയ്തു. അതിലാണ് അറസ്റ്റ് നടപടികളിലേക്ക് കടന്നത്. അപ്പോഴും പ്രശാന്തിൻ്റെയോ അല്ലെങ്കിൽ ആ സമയത്തെ ഉണ്ടായിട്ടുള്ള 2025-ലെ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുള്ള ആ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊന്നും ആ സമയത്ത് തുടർന്ന് ഇങ്ങോട്ട് SIT നീങ്ങിയില്ല. അതിന് പിന്നാലെയാണ് വീണ്ടും ഇത്തരത്തിൽ 2025-ലെ ഭരണസമിതിയായിട്ടുള്ള പ്രശാന്തിൻ്റെ ഭരണസമിതിക്ക് അടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയ്ക്ക് ലക്ഷ്യം വെച്ചിരുന്നു എന്നതടക്കമുള്ള തെളിവുകൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നിങ്ങോട്ട് പ്രശാന്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഈ പ്രശാന്തിൻ്റെ ഭരണസമിതിക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ച നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നടക്കമുള്ള തെളിവുകൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കം വേണ്ടിവരും. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനുള്ള നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇന്ന് തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന നിലയിലേക്ക് അറസ്റ്റ് നടപടിയിലേക്കൊക്കെ ക്രൈംബ്രാഞ്ച് കടക്കുമെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതോടുകൂടി തന്നെ ഈ സ്വർണ്ണ കവർച്ച മറ്റൊരു ഗതിയിലേക്ക് മാറും. മാത്രമല്ല, ഈ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അതൊരു തുടർ പരമ്പരകൾ പോലെ വന്ന ഒരു സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ചെയ്തു. ആ മുൻകാലങ്ങളിൽ ചെയ്തതിൻ്റെ തുടർ പരമ്പരയായിട്ടാണ് വീണ്ടും
ഇത്തരത്തിൽ പ്രശാന്തിന്റെ ഭരണസമിതിയും സ്വർണം ഈ പാളികളിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത് അത് കടത്തുന്നതിനുള്ള മാർഗങ്ങളൊക്കെ നടത്തുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തിയത്. അതിന്റെ കൂടുതൽ വ്യക്തതകളിലേക്ക് എന്തായാലും ക്രൈംബ്രാഞ്ചിന് എത്തേണ്ടി വരും. അത് തന്നെയാണ്. എന്തായാലും ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്ന വേളയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്നത് PS പ്രശാന്താണ്. പ്രേക്ഷകർക്കറിയാം, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണ് ജനം TV ആദ്യത്തെ വാർത്ത ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണ കവർച്ച നടന്നുവെന്ന് സംബന്ധിച്ച് നൽകുന്നത്. അന്ന് ഈ വാർത്തയെ ഉൾപ്പെടെ നിഷേധിച്ച വ്യക്തിയാണ് PS പ്രശാന്ത്. ശാലിനിയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ശാലിനി, ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വാർത്ത ബ്രേക്ക് ചെയ്യുന്ന വേളയിൽ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രശാന്ത് അന്ന് ആ വാർത്തകളൊക്കെ നിഷേധിക്കുകയായിരുന്നു. പിന്നീട് പോറ്റി ഉൾപ്പെടെ ഉള്ളവർ അകത്തേക്ക് പോകുന്ന വേളയിൽ തൻ്റെ ഭരണകാലയളവിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന അടുത്ത ക്യാപ്സൂളുമായിട്ട് PS പ്രശാന്ത് രംഗത്ത് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ SIT കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ വിഷയമാണ്. അതായത് 2019 ഉൾപ്പെടെ നടന്ന വലിയ കവർച്ച മറയ്ക്കാൻ വേണ്ടി പ്രശാന്തിന്റെ കാലയളവിൽ അറ്റകുറ്റപ്പണിക്കുന്ന വ്യാജേന അവിടുന്ന് സ്വർണ്ണം ഊരിക്കൊണ്ട് പോയി, അല്ലെങ്കിൽ പാളികൾ ഊരിക്കൊണ്ട് പോയി എന്നതാണല്ലോ. അങ്ങനെയെങ്കിൽ വളരെ വളരെ ഗുരുതരമായ കേസാണ് പ്രശാന്തിനെതിരെ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ഗൗതം, അങ്ങനെ തന്നെയാണ്. തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, മുൻപ് ചെയ്ത തെറ്റ് മറയ്ക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ഗൂഢാലോചന കൂടി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യാജരേഖകളടക്കം ഇതിന് ചവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് PS പ്രശാന്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ. തെളിവുകളടക്കം SIT കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ഈ വാർത്ത കൊണ്ടുവന്നത് പിന്നാലെ പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും PS പ്രശാന്തിൽ നിന്ന് തേടിയപ്പോഴൊക്കെ സ്വയം ന്യായീകരിക്കുക, തന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല, തന്റെ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള മുടന്തൻ ന്യായമായിരുന്നു അന്ന് PS പ്രശാന്ത് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ജൂൺ 29-ാം തീയതി ഹൈക്കോടതിയിൽ SIT സംഘം നൽകിയ റിപ്പോർട്ടിൽ പ്രതിപട്ടികയിലേക്ക് പ്രശാന്ത് വന്നപ്പോഴും സ്വയം ന്യായീകരിക്കുകയായിരുന്നു PS പ്രശാന്ത് ചെയ്യുകയും ചെയ്തത്. ഒപ്പം കൂടുള്ളവരെ ന്യായീകരിക്കുന്ന, ആരും തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പതിവ് ക്യാപ്സ്യൂളായിരുന്നു PS പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന്. പക്ഷേ പിന്നീട് വന്നിട്ടുള്ള ഓരോ തെളിവുകൾ, 2019 അവിടെ നിന്ന് സ്വർണം കവരുന്നു, കട്ടിളപ്പാളി അടക്കം അവിടെ നിന്ന് കൊണ്ടുപോയി, പിന്നീട് അത് അവിടുത്തെ ദ്വാരപാലക ശില്പത്തിലെ അടക്കം സ്വർണം ഉരുക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അതിൽ പോറ്റിക്കൊപ്പം നിന്നുകൊണ്ട്, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള കൃത്യമായ ഗൂഢാലോചന കൂടി പുറത്തു വന്നതോടുകൂടിയാണ് PS പ്രശാന്തിനുള്ള കുരുക്ക് ഇപ്പോൾ മുറുകിയിരിക്കുന്നത്. എന്തായാലും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് SIT സംഘം. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ്. എന്തായാലും ഈ പ്രതിപട്ടികയിലേക്ക് PS പ്രശാന്ത് എത്തിയതോടുകൂടി പിന്നീട് ഈ ന്യായീകരണങ്ങൾ നടത്തിയ പല CPM നേതാക്കന്മാരുടെയും മിണ്ടാട്ടം മുട്ടിയ സാഹചര്യമായിരുന്നു നമ്മൾ പിന്നീട് കണ്ടത്. എന്തായാലും ഈ അറസ്റ്റ് കൂടി കടക്കുകയാണെങ്കിൽ, ഇന്ന് തന്നെ ഉണ്ടാവുകയാണെങ്കിൽ, CPM-നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ബോർഡിലെ മുൻ പ്രസിഡന്റുമാരടക്കമുള്ളവരും ജയിലിലേക്ക് പോകുന്നു. മുൻപ് വ്യക്തമാണ്. എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഇന്നൊരു പക്ഷേ വളരെ നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായേക്കാം. ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും 3 ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യും. അതിനുള്ള നടപടികൾ SIT ആരംഭിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. S ശാലിനിയും പ്രശാന്ത് ശങ്കരമംഗലത്തുമാണ് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.